ഇനി നമ്മൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ ഫസ്റ്റ് ബ്ലോക്കിൽ തേർഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് യൂണിറ്റ് അഭിജ്ഞാന ശാകുന്തള ടെക്സ്ച്വൽ അനാലിസിസ്. അപ്പോൾ ഇതിൽ അഭിജ്ഞാന ശാകുന്തള ഒരു സ്റ്റോറി അനാലിസിസ് ആണ് പറയുന്നത്. ദർ ആർ 7 ആക്ട്സ് ഇൻ അഭിജ്ഞാന ശാകുന്തള. 7 ആക്ട്സ് ആണ് ഈ ഒരു അഭിജ്ഞാന ശാകുന്തളത്തിലുള്ളത്. അതിൽ ഫസ്റ്റ് ആക്ട് നോക്കുക. The chase foothills of the Himalayas. The first act happens in the foothills of Himalaya. Himalaya foothillsലാണ് ഫസ്റ്റ് ആക്ട് നടക്കുന്നത്. There appears the king ദുഷ്യന്ത. അവിടെ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദുഷ്യന്തൻ. കിങ് ദുഷ്യന്തനാണ് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഹി വാസ് പെർസ്യൂയിങ് എ ഡിയർ. അദ്ദേഹം ഒരു ഡിയറിനെ, ഒരു മാനിനെ പെർസ്യൂ ചെയ്തുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. ദെൻ ദുഷ്യന്ത എൻറ്റേഴ്സ് കണ്വാസ് ഹെർമിറ്റേജ്. അവിടെ ആ ഒരു ഹിമാലയ ഫുഡ് ഹിൽസിൽ എന്താണ് വി ക്യാൻ സി കണ്വാസ് ഹെർമിറ്റേജ്. അവിടെ കണ്വ മഹർഷിയുടെ ആ ഒരു ആശ്രമം നമുക്ക്, ഹെർമിറ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദുഷ്യന്ത എൻറ്റേഴ്സ് ദ ഹെർമിറ്റേജ്. അവിടെ ആ ഒരു ആശ്രമത്തിലേക്ക്, ഹെർമിറ്റേജിലേക്ക് ദുഷ്യന്തൻ എൻറ്റർ ചെയ്യാണ്. ദെൻ ഹി സീസ് 3 വിമൻ വാട്ടറിങ് പ്ലാന്റ്സ്. അവിടെ വെച്ചിട്ട് ആ ഒരു ഹെർമിറ്റേജിൽ ദുഷ്യന്തന് എന്താണ് കാണുന്നത്? 3 വിമൻ വാട്ടറിങ് പ്ലാന്റ്സ്. 3 സ്ത്രീകളെ അദ്ദേഹം കാണുന്നുണ്ട്. അവരെന്താണ്? ദേ വർ വാട്ടറിങ് പ്ലാന്റ്സ്. അവർ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ, ആ ഒരു ഹെർമിറ്റേജിലെ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ആരാണ് ആ 3 വിമൻ എന്ന് പറയുന്നത്? ശകുന്തള, പ്രിയംവദ ആൻഡ് അനസൂയ. അപ്പോൾ ശകുന്തള എന്താണ്? ഷി വാസ് ദ അഡോപ്റ്റഡ് ഡോട്ടർ ഓഫ് കണ്വ മഹർഷിയുടെ അഡോപ്റ്റഡ് ഡോട്ടർ ആണ് ശകുന്തള. ആൻഡ് ഷീ ഹാഡ് 2 കമ്പാനിയൻസ്. അവൾക്ക് 2 കമ്പാനിയൻസ് ഉണ്ട്. അവരുടെ പേരാണ് എന്ത്? പ്രിയംവദ ആൻഡ് അനസൂയ. ആൻഡ് ദീസ് 3 ലേഡീസ് വർ വാട്ടറിങ് ദ പ്ലാന്റ്സ്. ഇവർ 3 പേരും എന്താണ്? ഈ ഒരു പ്ലാന്റ്സിന് വാട്ടർ ചെയ്യാണ്. ദെൻ ശകുന്തള വാസ് ദ അഡോപ്റ്റഡ് ഡോട്ടർ ഓഫ് കണ്വ, ഇൻ ഫാക്ട് ഡോട്ടർ ഓഫ് ദ അപ്സര മേനക ആൻഡ് ദ സിയർ വിശ്വാമിത്ര. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശകുന്തളയുടെ സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശകുന്തള എന്താണ്? അഡോപ്റ്റഡ് ഡോട്ടറാണ്. കണ്വ മഹർഷിയുടെ അഡോപ്റ്റഡ് ഡോട്ടറാണ്. ബട്ട് ആക്ച്വലി ഷി വാസ് ദ ഡോട്ടർ ഓഫ് അപ്സര, മേനക ആൻഡ് സിയർ വിശ്വാമിത്ര. അപ്പോൾ ശരിക്ക് സത്യത്തിൽ, വാസ്തവത്തിൽ എന്താണ്? ഈ ഒരു ശകുന്തള എന്ന് പറയുന്നത് വിശ്വാമിത്ര മഹർഷിയുടെയും അതുപോലെ തന്നെ അപ്സരസായിട്ടുള്ള മേനകയുടെയും മകളാണ്. ദെൻ ദുഷ്യന്ത ഡിസൈഡ്സ് ശകുന്തള എസ് സ്യൂട്ടബിൾ ബ്രൈഡ് ഫോർ ഹിം. അപ്പോൾ ഇവിടെ ശകുന്തള എന്താണ്? അവളുടെ കഥ ദുഷ്യന്തനോട് പറയുന്നുണ്ട്. എന്താണ്? ഹെർ മദർ മേനക അബാൻഡൻഡ് ഹെർ. അവളുടെ അമ്മയായിട്ടുള്ള മേനക എന്താണ്? അവളെ അബാൻഡൻ ചെയ്തുകൊണ്ട് അവർ ഹെവനിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു കണ്വ മഹർഷി ഈ ഒരു കുട്ടിയെ, ശകുന്തള എന്ന് പറയുന്ന ആ ഒരു ഇൻഫന്റിനെ കണ്ടെത്തുന്നതും അവളെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നതും. ദെൻ ദുഷ്യന്ത ഡിസൈഡ്സ് ശകുന്തള എ സ്യൂട്ടബിൾ ബ്രൈഡ് ഫോർ ഹിം. അവിടെ ആണ് ദുഷ്യന്തൻ എന്ത് മനസ്സിലാക്കുന്ന, ഈ സ്റ്റോറി മനസ്സിലാക്കുന്നതും ശകുന്തളയാണ് തനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വൈഫ് എന്ന് ദുഷ്യന്തൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ആക്റ്റിൽ വരുന്നത്. ഇവിടെ ദുഷ്യന്തൻ അപ്പിയർ ചെയ്യുന്നു. അദ്ദേഹം കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജിലേക്ക് എത്തുന്നു. ദെൻ അവിടെ വെച്ചിട്ട് ശകുന്തളയെ കാണുന്നു, അവളുടെ സ്റ്റോറി മനസ്സിലാക്കുന്നു. ദെൻ ദുഷ്യന്ത ഫെൽ ഇൻ ലവ് വിത്ത് ശകുന്തള. ശകുന്തളയുമായിട്ട് പ്രണയത്തിലാവാണ്. ദെൻ ആക്ട് സെക്കൻഡ്, കൺസീൽമെന്റ് ഓഫ് ടെല്ലിംഗ്. The forest introduces Madhavya, the court jester and close friend of Dushyanta. അപ്പോൾ ഇവിടെ സെക്കൻഡ് ആക്റ്റും എവിടെ തന്നെയാണ് നടക്കുന്നത്? ആ ഒരു ഫോറസ്റ്റിൽ തന്നെയാണ് നടക്കുന്നത്. ദർ ഇൻട്രൊഡ്യൂസസ് മാധവ്യ. അവിടെയാണ്, ഈ സെക്കൻഡ് ആക്റ്റിലാണ് ഈ ഒരു സ്റ്റോറിയിലെ, ഈ ഒരു പ്ലേയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ ആയിട്ടുള്ള മാധവ്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹി വാസ് ദ കോർട്ട് ജസ്റ്റർ. മാധവ്യ എന്താണ്? ഈ ഒരു ദുഷ്യന്തന്റെ കോർട്ട് ജസ്റ്റർ ആണ്. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ വിദൂഷകൻ. കോർട്ട് ജസ്റ്റർ ആണ്. ആൻഡ് ക്ലോസ് ഫ്രണ്ട് ഓഫ് ദുഷ്യന്ത. കോർട്ട് ജസ്റ്ററുമാണ്, അതുപോലെ തന്നെ ദുഷ്യന്തന്റെ ക്ലോസ് ഫ്രണ്ടുമാണ്. ദെൻ ദുഷ്യന്ത ലവ്സ് ഇറ്റ് ഡിസ്ക്രൈബ് ശകുന്തള ടു മാധവ്യ. അപ്പോൾ മാധവ്യ ഇദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ദുഷ്യന്തൻ എന്താണ്? മാധവ്യയോട് ശകുന്തളയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ asks Madhavya to help him gain entry into Kanwa's hermitage again. എന്നിട്ട് ഇദ്ദേഹം മാധവ്യയോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അതായത് ഒരു കണ്വ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒരിക്കൽ കൂടെ എന്താണ് ഒരു എൻട്രി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാനായിട്ട് മാധവ്യയോട് ആര് പറയുന്നുണ്ട്? ദുഷ്യന്തൻ പറയുന്നുണ്ട്.
Then arrives to ascetics, request Dushyanta to protect them from demons. അപ്പോഴാണ് രണ്ട് മുനിമാര് ആരെ കാണാനെത്തുന്നത്? ദുഷ്യന്തനെ കാണാനെത്തുന്നത്. ആൻഡ് they request Dushyanta to protect them from demons. അവരെ ഡീമൻസിൽ നിന്നും, അസുരന്മാരിൽ നിന്നും അവരെയും അതുപോലെ തന്നെ അവരുടെ റിച്വൽസിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താണ് ഈ ഒരു ദുഷ്യന്തനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. Then Dushyanta agrees because he could visit the hermitage. അത് കേൾക്കേണ്ട താമസം ദുഷ്യന്തൻ എന്താണ്? He agrees. അദ്ദേഹം agree ചെയ്യാണ്, സമ്മതിക്കുകയാണ്. കാരണം ഈ ഒരു ഡീമൻസുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു വരുന്ന വഴി എന്താണ്? ഇദ്ദേഹത്തിന് കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റൊന്നും ചിന്തിക്കാതെ ഈ ഒരു ഡീമൻസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ദുഷ്യന്തൻ പോവാണ്. ദെൻ ആ സമയത്താണ് എന്ത്, ഹിസ് മദർ ക്യൂൻ ആസ്ക് ഹിം ടു റിട്ടേൺ ടു ഹസ്തിൻപൂർ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മദറിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ക്യൂനിൽ നിന്നും, രാജ്ഞിയിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നുണ്ട്. ടു റിട്ടേൺ ടു ഹസ്തിൻപൂർ, അദ്ദേഹത്തോട് കാട്ടിൽ നിന്നും ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് വരികയാണ്. Then, torn between his duty towards his mother and ascetics, finally decided to go to the hermitage. അപ്പോൾ ഇദ്ദേഹം എന്താണ്, there is a confusion. ദുഷ്യന്തന് ഒരു കൺഫ്യൂഷൻ വരികയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ മദറിനോടുള്ള ഡ്യൂട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ ഏസറ്റിക്സിന് കൊടുത്ത വാക്കുമുണ്ട്. ഏസറ്റിക്സിനോട് ഇവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? ദുഷ്യന്തൻ ആ ഒരു ഡീമൻസിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ഏസറ്റിക്സിനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മദറിനോടും ചില ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് ഡ്യൂട്ടിക്കും ഇടയിൽ ഇദ്ദേഹം എന്താണ്, ഹി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ദെൻ ബട്ട് ഫൈനലി ഹി ഡിസൈഡ് ടു ഗോ ടു ദ ഹെർമിറ്റേജ്. പക്ഷേ അവസാനം ഇദ്ദേഹം എന്താണ് തീരുമാനിക്കുന്നത്? ആ ഒരു ഏസറ്റിക്സിനെ കൂടെ പോയി ആ ഒരു ഡീമൻസിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അതുവഴി കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജ് വിസിറ്റ് ചെയ്യാനുമാണ് ഇദ്ദേഹം തീരുമാനിക്കുന്നത്. Then he sends Madhavya to Hastinpur. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള മാധവിയെ എന്ത് ചെയ്യാണ്? ഹസ്തിനപുരിയിലേക്ക് അയക്കുകയാണ്. ദുഷ്യന്ത മാസ്ക്സ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ശകുന്തള. പക്ഷെ ഇദ്ദേഹം ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള മാധവിയോട് പോലും എന്ത് പറയുന്നില്ല? ശകുന്തളയുമായിട്ടുള്ള പ്രണയം അത് പറയുന്നില്ല. അതൊരു തമാശയായിട്ടാണ് അദ്ദേഹം ദുഷ്യന്തൻ മാധവിയോട് പറയുന്നത്. Then third act, love's fruition. The audience is told of Dushyanta's success on the demons. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് ആക്ട് തുടങ്ങുമ്പോൾ അവിടെ പ്രില്യൂഡ് വരുന്നുണ്ട്, ഓഡിയൻസിന് ഇൻഫർമേഷൻ വരുന്നുണ്ട്. എന്താണ്? ദുഷ്യന്താസ് സക്സസ് ഓൺ ദ ഡീമൻസ്. അദ്ദേഹം ആ ഒരു ഡീമൻസിനെ പരാജയപ്പെടുത്തി. ഹി വാസ് സക്സീഡഡ്. അദ്ദേഹം പോയ ആ ഒരു കാര്യത്തിൽ സക്സീഡഡ് ആയിരുന്നു. അദ്ദേഹം ആ ഡീമൻസിനെ പരാജയപ്പെടുത്തി എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ ഓഡിയൻസിന് ലഭിക്കുന്നുണ്ട്. ദെൻ ശകുന്തള ഓൾസോ വാസ് ലവ് സീക്ക്. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിൽ, തേർഡ് ആക്ടിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ശകുന്തളയെ തന്നെ, അതായത് ദുഷ്യന്തനെ പോലെ തന്നെ ശകുന്തളയും എന്താണ്, ലവ് സിക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ദുഷ്യന്ത റിവീൽസ് ഹിംസെൽഫ് ആസ് ദ കിങ്. അപ്പോൾ ഇതിനു മുന്നേ ദുഷ്യന്തൻ കൊട്ടാരത്തിലെ ഒരു ഹയർ ഒഫീഷ്യലാണ് എന്നാണ് ആരോട് പറഞ്ഞിരുന്നത്? ശകുന്തളയോട് പറഞ്ഞിരുന്നത്. കിങ് ആണ്, രാജാവാണ് എന്ന് ശകുന്തളയോട് റിവീൽ ചെയ്തിരുന്നില്ല. ഈ ഒരു തേർഡ് ആക്ടിലാണ് ഇദ്ദേഹം എന്ത് റിവീൽ ചെയ്യുന്നത്? താൻ കിങ് ആണ്, കിങ് ദുഷ്യന്തനാണ് എന്ന് ശകുന്തളയോട് റിവീൽ ചെയ്യുന്നത്. ദെൻ ആക്ട് 4, ശകുന്തളാസ് ഡിപ്പാർച്ചർ. ശകുന്തളയുടെ ഡിപ്പാർച്ചർ ആണ് ഏതിൽ വരുന്നത്? ആക്ട് 4 വരുന്നത്. ആക്ട് 4, ശകുന്തളാസ് ഡിപ്പാർച്ചർ reveals that Shakuntala and Dushyanta have married according to the Gandharva rites. അപ്പോൾ ഈ ഒരു ആക്ട് 4 തുടങ്ങുന്ന സമയത്ത് ഓഡിയൻസിന് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്താണ്? ശകുന്തളയും ദുഷ്യന്തനും ഗാന്ധർവ മാരേജ് റൈറ്റ്സ് പ്രകാരം എന്താണ്, ദേ ആർ മാരീഡ് എന്ന് ഓഡിയൻസിന് ഇൻഫോം ചെയ്യുന്നുണ്ട്. ദെൻ ദുഷ്യന്ത ലെഫ്റ്റ് ഫോർ ഹസ്തിൻപൂർ. അതിനുശേഷം ദുഷ്യന്തൻ എന്താണ്, ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഒരു ഗാന്ധർവ ഗാന്ധർവ മാരേജിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണ്? അതിന് പാരൻസിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. ഒരു സ്ത്രീയും പുരുഷനും പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് പരസ്പരം വിവാഹം കഴിക്കാം. ആൻഡ് ഇറ്റ്സ് എ സീക്രട്ട് മാരേജ്. അതൊരു സീക്രട്ട് മാരേജ് ആണ്. അതുപോലെ തന്നെ അതിനെന്താണ്, പാരൻസിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ശകുന്തളയും ദുഷ്യന്തനും മാരീഡായ വിവരം മറ്റാരും അറിയുന്നില്ല. അതിനുശേഷം എന്താണ്, ദുഷ്യന്ത ലെഫ്റ്റ് ഫോർ ഹസ്തിൻപൂർ. ദുഷ്യന്തൻ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു പോവാണ്.
ദെൻ ദുർവാസ ഋഷി അറൈവ്സ് അറ്റ് ദ ഹെർമിറ്റേജ്. ആ സമയത്താണ് ഈ ആക്ട് 4-ലാണ് ദുർവാസ മഹർഷി എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹെർമിറ്റേജിലേക്ക്, കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ദെൻ ബീയിങ് ഡിസ്ട്രാക്റ്റഡ് ബൈ ദ തോട്ട്സ് ശകുന്തള ഡസൻറ്റ് അറ്റൻഡ് ദ ഗ്രേറ്റ് സേജ്. അപ്പോൾ ഇവിടെ ശകുന്തള എന്താണ്, അവള് ആ ഒരു പിന്നെ ദുഷ്യന്തന്റെ ആ ഒരു വേർപാടിന് ശേഷം ഈ ഒരു ശകുന്തള എന്താണ്, ഡിസ്ട്രാക്റ്റഡ് ഇൻ തോട്ട്സ്. ഈ ഒരു ശകുന്തള ദുഷ്യന്തനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവൾ മറ്റെല്ലാ ഡ്യൂട്ടീസും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, മറക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ദുഷ്യന്തനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ശകുന്തള എന്തറിയുന്നില്ല, ദുർവാസ മഹർഷി ഒരു ഹെർമിറ്റേജിലേക്ക് എത്തിയത് ശകുന്തള അറിയുന്നില്ല. ആൻഡ് ഷീ ഡസൻറ്റ് അറ്റൻഡ് ദ ഗ്രേറ്റ് സേജ്. അവള് ഈ ഒരു ശകുന്തള എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സേജിനെ, ദുർവാസ മഹർഷിയെ അറ്റൻഡ് ചെയ്യുന്നില്ല. ദെൻ കേഴ്സ് യു ഷാൽ ബി ലോസ്റ്റ് ഇൻ ഹിസ് തോട്ട്സ് ഹി ഷാൽ ഫെയിൽ ടു റിമെമ്പർ യു. അപ്പൊ ദുർവാസ മഹർഷി അദ്ദേഹം ക്ഷിപ്രകോപിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശകുന്തള ദുർവാസ മഹർഷിയെ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മഹർഷിക്ക്, ദുർവാസാവിന് എന്താണ്, വളരെയധികം ദേഷ്യം വരികയും അദ്ദേഹം ശകുന്തളയെ കേഴ്സ് ചെയ്യാണ്, ശപിക്കുകയാണ്. അപ്പൊ എന്താണ് ശാപം, എന്താണ്, യു ഷാൽ ബി ലോസ്റ്റ് ഇൻ ഹിസ് തോട്ട്സ് ഹി ഷാൽ ഫെയിൽ ടു റിമെമ്പർ യു. നീ ആരെക്കുറിച്ചാണോ ചിന്തിച്ചിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് ദുർവാസ മഹർഷി ശകുന്തളയെ ശപിക്കുന്നുണ്ട്. പക്ഷേ ശകുന്തള ഇതൊന്നും അറിയുന്നില്ല. ദുർവാസ മഹർഷി വന്നതും അവളെ ശപിച്ചതും ഒന്നും ശകുന്തള അറിയുന്നില്ല. അത്രമാത്രം അവൾ എന്താണ്, ഡീപ്പ് തോട്ടിലാണ്. അതായത് ദുഷ്യന്തനെ കുറിച്ച് അത്രമാത്രം ഡീപ്പായിട്ട് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ അനസൂയ അറ്റംപ്റ്റ്സ് ടു പ്ലീഡ് ദ സേജ്. പക്ഷേ അവളുടെ ശകുന്തളയുടെ കമ്പാനിയൻസ് ആയിട്ടുള്ള അനസൂയയും പ്രിയംവദയും എന്താണ്, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അനസൂയ അറ്റംപ്റ്റ്സ് ടു പ്ലീഡ് ദ സേജ്. അനസൂയയാണ് ആ ഒരു സേജിനെ, ദുർവാസ മഹർഷിയെ പോയി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദെൻ പ്രസന്റേഷൻ ഓഫ് എ ടോക്കൺ ഓഫ് റെക്കഗ്നിഷൻ ദ കേഴ്സ് വിൽ ബി ലിഫ്റ്റഡ്. അപ്പോൾ അനസൂയയുടെ പ്ലീഡിങ്സ് കാരണം ദുർവാസ മഹർഷിക്ക് അലിവ് തോന്നുകയും അദ്ദേഹം ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണത്, പ്രസന്റേഷൻ ഓഫ് എ ടോക്കൺ ഓഫ് റെക്കഗ്നിഷൻ ദ കേഴ്സ് വിൽ ബി ലിഫ്റ്റഡ്. അതായത് ഇവള് ആരെ കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ദുഷ്യന്തനെ കുറിച്ചിട്ടാണ് ആര് ചിന്തിക്കുന്നത്, ഈ ഒരു ശകുന്തള ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശകുന്തള ചിന്തിക്കുന്ന ദുഷ്യന്തൻ. അപ്പോൾ ദുഷ്യന്തൻ എന്തെങ്കിലും ടോക്കൺ ഓഫ് ലവ് ശകുന്തളയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളെ തിരിച്ചറിയാനായിട്ട് അയാളുടെ എന്തെങ്കിലും ഒരു വസ്തു ശകുന്തളയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന പക്ഷം എന്താണ്, ദ കേഴ്സ് വിൽ ബി ലിഫ്റ്റഡ്. അത് ദുഷ്യന്തൻ കാണുന്നതോട് കൂടിയിട്ട് ഈ ഒരു കേഴ്സ് ഇല്ലാണ്ടാവുകയും അയാൾക്ക് ശകുന്തളയെ ഓർക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ദുർവാസ മഹർഷി പറയുന്നുണ്ട്. ദെൻ ദുഷ്യന്ത ഹാഡ് ഗിവൺ എ റിംഗ് ടു ശകുന്തള. അപ്പോൾ ഇവർക്ക് എന്താണ്, ഒരു സമാധാനമാവുന്നുണ്ട് അനസൂയയ്ക്കും പ്രിയംവദയ്ക്കും. കാരണം ദുഷ്യന്തൻ എന്ത് ചെയ്തിട്ടുണ്ട്, ശകുന്തളയ്ക്ക് ഒരു റിംഗ്, ഒരു മോതിരം സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. ദെൻ ദ കമ്പാനിയൻസ് ഡിസൈഡിങ് ടു ഹൈഡ് ദിസ് കേഴ്സ് ഫ്രം ശകുന്തള. പക്ഷെ ഇവര്, ഈ ഒരു അനസൂയയും പ്രിയംവദയും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു കേഴ്സിനെ പറ്റിയും ഒന്നും ആരോട് പറയുന്നില്ല, ശകുന്തളയോട് പറയുന്നില്ല. അത് അവര് ശകുന്തളയിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. Then Kanva understood the union of Shakuntala and Dushyanta. അപ്പോൾ ഈ ഒരു സമയത്താണ് ശകുന്തള എന്താവുന്നുണ്ട്, പ്രഗ്നന്റ് ആവുന്നുണ്ട്. അപ്പോൾ കണ്വ മഹർഷി എന്ത് മനസ്സിലാക്കുകയാണ്, ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള ആ ഒരു യൂണിയനും, അപ്പോൾ ദുഷ്യന്തന്റെ പുത്രനാണ് ശകുന്തളയുടെ പ്രഗ്നൻസിയിൽ, വയറിൽ വളരുന്നത് എന്നൊക്കെ ആര് മനസ്സിലാക്കുന്നുണ്ട്, കണ്വ മഹർഷി മനസ്സിലാക്കുന്നുണ്ട്. ദെൻ Kanva decides to send Shakuntala to Dushanta's court with a few ascetic escorts. അപ്പോൾ ഇത് മനസ്സിലാക്കിയ കണ്വ മഹർഷി എന്താണ് ചെയ്യുന്നത്, he sends Shakuntala to ദുഷ്യന്താസ് കോർട്ട്. കണ്വ മഹർഷി ശകുന്തളയെ ദുഷ്യന്തന്റെ പാലസിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ശകുന്തളയെ ഒറ്റയ്ക്കല്ല അയക്കുന്നത്, വിത്ത് സം എസ്കോർട്സ്. ഈ ഒരു ആശ്രമത്തിൽ നിന്നും കുറച്ച് മുനിമാരെയും കൂടെ എന്ത് ചെയ്യാണ്, ഇവളുടെ എസ്കോർട്ടായിട്ട് ഇവളെ കൂടെ ആ ഒരു പാലസിലേക്ക് അയക്കുന്നുണ്ട്. Kanva instructed Shakuntala on her duty to the king and others at the palace. അപ്പോൾ ഈ ശകുന്തളയുടെ ഡിപ്പാർച്ചർ, ശകുന്തള ആ ഒരു ഹെർമിറ്റേജിൽ നിന്നും പോകുന്നത് വളരെ മനോഹരമായിട്ട് കാളിദാസ് അതിൽ വർണ്ണിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ഇലകൾ, പിന്നെ ചെടികളും അതുപോലെ തന്നെ അവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ എന്താണ്, വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ശകുന്തളയുടെ കിൻസ് ആണ്, ശകുന്തള എന്താണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടാണ് ആ ഒരു നാച്ചുറലുള്ള എല്ലാത്തിനെയും കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ശകുന്തള അവിടെ നിന്നും പോവുക എന്ന് പറയുന്നത് അത്രയും ഒരു
സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ അവിടെ കണ്വ മഹർഷി എന്താണ് ഇൻസ്ട്രക്ട് ശകുന്തള ഓൺ ഹെർ ഡ്യൂട്ടി ടു ദ കിങ് ആൻഡ് അതേഴ്സ് അറ്റ് ദ പാലസ്. ശകുന്തളയോട് നീ പാലസിലേക്കാണ് പോകുന്നത്, അപ്പൊ അവിടെ നിന്റെ ഭർത്താവായിട്ടുള്ള രാജാവിനോടും അതുപോലെ തന്നെ ആ പാലസിലുള്ള മറ്റുള്ളവരോടും ഒക്കെ നിനക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ശകുന്തളയെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ആക്ട് 4 വരുന്നത്. ശകുന്തളാസ് ഡിപ്പാർച്ചർ ആണ്. അപ്പൊ ഇതിലാണ് നമ്മൾ ദുർവാസ മഹർഷി എൻ്റർ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കേഴ്സ് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദുർവാസ മഹർഷിയുടെ എൻട്രിയും അദ്ദേഹത്തിന്റെ കേഴ്സും എന്താണ് ഈ ഒരു സ്റ്റോറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. വിജ്ഞാന ശാകുന്തളം ആക്ട് 5 നോക്കാം. ദുഷ്യന്താസ് റോയൽ പാലസ്. ആക്ട് 5 നമുക്ക് കാണിക്കുന്നത് ദുഷ്യന്തന്റെ പാലസ് ആണ്. അവിടെ എന്താണ് ശകുന്തള ആൻഡ് എസറ്റിക് എസ്കോർട്സ് എൻ്റർ ദ പാലസ്. അവിടെ ഈ ഒരു ആക്ട് 5 തുടങ്ങുമ്പോൾ ദുഷ്യന്തന്റെ പാലസ് ആണ് കാണിക്കുന്നത്. അവിടെ ശകുന്തളയും അതുപോലെ തന്നെ ശകുന്തളയുടെ കൂടെ കണ്വ മഹർഷി അയച്ചിട്ടുള്ള എസറ്റിക് സേജസും അവിടെ എന്ത് ചെയ്യാണ് ഈ ഒരു പാലസിലേക്ക് എൻ്റർ ചെയ്യാണ്. ദെൻ ദുഷ്യന്തൻ ഡസ് നോട്ട് റിമെമ്പർ ശകുന്തള. അപ്പോൾ ഇവിടെ ഈ ഒരു ശകുന്തളയും അതുപോലെ തന്നെ ദുഷ്യന്തനും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ദുഷ്യന്തൻ എന്താണ് ഹി കനോട്ട് റിമെമ്പർ ശകുന്തള. ശകുന്തളയെ ഓർക്കാൻ ദുഷ്യന്തന് സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ് ദുർവാസ മഹർഷിയുടെ കേഴ്സ് ആണ്. പക്ഷേ അത് ദുഷ്യന്തനും അറിയില്ല, ശകുന്തളയ്ക്കും അറിയുന്നില്ല. ദെൻ ഹി റെഫ്യൂസസ് ടു അക്നോളജ് ശകുന്തള ആസ് ഹിസ് വൈഫ്. അതുകൊണ്ട് തന്നെ ദുഷ്യന്തൻ എന്താണ് ഈ ഒരു ശകുന്തളയെ അദ്ദേഹത്തിന്റെ വൈഫായി സ്വീകരിക്കാൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം റെഫ്യൂസ് ചെയ്യാൻ, ശകുന്തള എൻ്റെ വൈഫല്ല, ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ അവളെ അപമാനിച്ച് വിടുന്നുണ്ട്. Then Shakuntala tries to prove her claim by presenting the token of recognition, realizes she had lost it. അപ്പോൾ അദ്ദേഹം ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു മോതിരം, ഒരു റിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഒരു മുദ്രമോതിരം അദ്ദേഹം ശകുന്തളയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശകുന്തള ദുഷ്യന്തനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു തെളിവായിട്ട് ദുഷ്യന്തൻ ശകുന്തളയെ മാരി ചെയ്തിട്ടുണ്ട്, ഗാന്ധർവ വിവാഹ വിധി പ്രകാരം മാരി ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശകുന്തള ആ ഒരു റിങ് നോക്കുകയാണ്, റിങ് തെരഞ്ഞു നോക്കുകയാണ്. പക്ഷെ ഷീ റിയലൈസസ് ഷീ ഹാഡ് ലോസ്റ്റ് ഇറ്റ്. അപ്പോഴാണ് ശകുന്തള എന്ത് മനസ്സിലാക്കുന്നത്? ആ റിങ് അവളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ദുർവാസ മഹർഷിയുടെ ആ ഒരു കേഴ്സ് അവിടെ ഇല്ലാണ്ടാവുന്നില്ല. അതായത് ആ ഒരു ടോക്കൺ ഓഫ് ലവ് ദുഷ്യന്തൻ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മാത്രമേ ദുഷ്യന്തൻ എന്തുണ്ടാവുകയുള്ളൂ? ശകുന്തളയെ ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ശകുന്തള ആ ഒരു ടോക്കൺ ഓഫ് ലവ്, ആ ഒരു റിങ് നോക്കുന്ന റിങ് തെരഞ്ഞു നോക്കുന്ന സമയത്ത് അവളിൽ നിന്നും അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ശകുന്തള റിയലൈസ് ചെയ്യാണ്. ദെൻ ദുഷ്യന്ത കാസ്റ്റ് ഡൗട്ട്സ് ഓൺ ശകുന്തളാസ് ഹോണസ്റ്റി. അതുകൊണ്ട് തന്നെ ദുഷ്യന്തൻ ശകുന്തളയുടെ ഓണസ്റ്റി, അവളുടെ ആ ഒരു സത്യസന്ധതയിൽ ദുഷ്യന്തൻ പിന്നെ ഡൗട്ട് പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് സംശയമാണ്. കാരണം ഈ ശകുന്തള ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ അവളിപ്പോൾ പ്രഗ്നന്റ് ആണ്, ആ കുട്ടിയുടെ പിതാവ് ഞാനാണെന്ന് അവള് വാദിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഓണസ്റ്റി അല്ല, അല്ലെങ്കിൽ അവള് മറ്റൊരാളുടെ ഗർഭം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ ശകുന്തളയെ ദുഷ്യന്തൻ അപമാനിക്കുന്നുണ്ട്. ദെൻ the ascetics refuses to take her back. If she is lying, she will be a strain to Kanna's honor. അപ്പോൾ ഇവിടെ ശകുന്തളയുടെ കൂടെ വന്നിട്ടുള്ള എസെറ്റിക്സ്, അതായത് കണ്വ മഹർഷി ശകുന്തളയുടെ കൂടെ ആ ഒരു ഹെർമിറ്റേജിൽ നിന്നും വിട്ടിട്ടുള്ള ഈ ഒരു എസെറ്റിക്സ് മുനിമാരും ശകുന്തളയെ തിരികെ കൊണ്ടുപോവാൻ സമ്മതിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് if she is lying, she will be a strain to Kanna's honor. അവള് നുണ പറയുകയാണെങ്കിൽ, ശകുന്തള നുണ പറയുകയാണെങ്കിൽ അത് ശകുന്തള ഈ ഒരു കണ്വ മഹർഷിയുടെ ഓണറിന്, അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ഒരു കളങ്കമാണ്, ഒരു സ്റ്റെയിൻ ആണ് എന്ന് ഈ മുനിമാർ എസെറ്റിക്സ് അഭിപ്രായപ്പെടുകയും അവര് ശകുന്തളയെ അവിടെ ഉപേക്ഷിച്ച് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരേ സമയം ശകുന്തള ദുഷ്യന്തനാലും അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഫാമിലിയാലും റെഫ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ ഡെസേർട്ടഡ് ശകുന്തള വളരെ എല്ലാവരാലും റെഫ്യൂസ് ചെയ്യപ്പെട്ടു. അവളുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ദുഷ്യന്തൻ ശകുന്തളയെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ചു എന്ന് ശകുന്തള പറയുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ അവളുടെ പ്രഗ്നൻസിക്ക് ഉത്തരവാദി ദുഷ്യന്തനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് തെളിയിക്കാനുള്ള ഒരു തെളിവും ശകുന്തളയുടെ കയ്യിൽ ഇല്ല. കാരണം
ഗാന്ധർവ മാരേജ് പ്രകാരം എന്താണ്, അവിടെ സീക്രട്ട് മാരേജ് ആണ് നടന്നിട്ടുള്ളത്. ആർക്കും അവിടെ ആ ഒരു മാരേജിനെ കുറിച്ച് അറിയുന്നില്ല. അപ്പൊ അവിടെ പ്രൂഫ്സ് ഈ ശകുന്തളയ്ക്ക് എതിരാണ്. ദെൻ a bright light in the form of a woman from the Apsara pool came and took Shakuntala with her. അപ്പോൾ അവിടെ ഡെസേർട്ടഡ് ആയിട്ട് നിൽക്കുന്ന, എല്ലാവരാലും റെഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന ശകുന്തളയെ എന്താണ്, അപ്സര പൂളിൽ നിന്നും ഒരു സ്ത്രീയുടെ രൂപത്തിൽ അപ്സര പൂളിൽ നിന്നും ഒരു ലൈറ്റ് വരികയും ശകുന്തളയെ കൂട്ടിക്കൊണ്ടു പോവുകയുമാണ് ചെയ്യുന്നത്. കാരണം ശകുന്തള എന്താണ്, അപ്സരയായിട്ടുള്ള മേനകയുടെ മകളാണ്. അപ്പോൾ മകള് ഇങ്ങനെ ബുദ്ധിമുട്ടിൽ വളരെ എന്താണ് ഡെസേർട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു മേനകയുടെ ആ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ് പറയുന്നത്. അവളെ എന്താണ് ആ ഒരു ഹെവൻ, ആ ഒരു സ്വർഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ദെൻ ആക്ട് 6, എ ഫിഷർമാൻ ഫൗണ്ട് വിത്ത് ദ ലോസ്റ്റ് റിംഗ്. ആക്ട് 6 ഒരു ഫിഷർമാനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ ഫിഷർമാൻ എന്താണ്, ഈ ഒരു ദുഷ്യന്തന്റെ റിങ്ങുമായിട്ട് അയാളെ സോൾജേഴ്സ്, കൊട്ടാരത്തിലെ സൈനികര് അയാളെ പിടികൂടാണ്. അപ്പോൾ സോൾജേഴ്സ് എന്താ പറയുന്നത്, ദ സോൾജേഴ്സ് അക്യൂസ് ഹിം ഓഫ് സ്റ്റീലിംഗ് ഇറ്റ്. സോൾജേഴ്സ് പറയുന്നത് ആ ഒരു ഫിഷർമാൻ, ആ ഒരു ദുഷ്യന്തൻ മഹാരാജാവിന്റെ മുദ്രമോതിരം ആ ഒരു ഫിഷർമാൻ കട്ടെടുത്തതാണ്, അല്ലാതെ അയാളുടെ കയ്യിൽ ആ ഒരു മോതിരം കിട്ടില്ല എന്ന് എന്ത് പറയുന്നുണ്ട്, ഈ സോൾജേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ he claims he got it from the stomach of a fish. പക്ഷേ അദ്ദേഹം, ആ ഒരു ഫിഷർമാൻ പറയുന്നത്, എനിക്ക് ഈ റിങ് ഒരു ഫിഷിന്റെ, ഒരു മീനിന്റെ വയറ്റിൽ നിന്നാണ്, സ്റ്റൊമക്കിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ആ ഫിഷർമാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മോതിരം ദുഷ്യന്തൻ കാണുന്നതോട് കൂടിയിട്ട് ഈ സൈനികര്, സോൾജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിഷർമാനെയും അതുപോലെ തന്നെ ആ മോതിരവും കൂടെ രാജാവിന്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ രാജാവ് ആ മോതിരം കാണുകയും, ദുഷ്യന്തൻ ആ ഒരു മോതിരം കാണുകയും, സഡൻലി ഹി റിമെമ്പേഴ്സ് ശകുന്തള. അദ്ദേഹം എന്താണ്, ദുഷ്യന്തൻ എന്താണ് ഈ ഒരു മോതിരം കാണുകയും ശകുന്തളയെ പെട്ടെന്ന് ഓർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ, ആ ഒരു മോതിരം കാണുന്നതോട് കൂടിയിട്ട് ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിഷർമാൻ, ആ ഒരു മീൻപിടുത്തക്കാരൻ എന്താണ്, ആ ഫിഷർമാൻ ഇന്നസെന്റ് ആണ്, അയാളത് കട്ടെടുത്തിട്ടില്ല എന്ന് പറയുകയും അയാളെ വെറുതെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോതിരം കാണുന്നതോട് കൂടിയിട്ടാണ് ദുഷ്യന്തൻ എന്ത് ഓർമ്മിക്കുന്നത്, ശകുന്തളയെയും അതുപോലെ തന്നെ അവരുടെ സീക്രട്ട് മാരേജും ആ ഒരു കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജും ഒക്കെ എന്താണ് ഈ ദുഷ്യന്തന്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത്രയുമാണ് ആക്ട് 6 പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആക്ട് ഈസ് ആക്ട് 7. ദുഷ്യന്ത ആൻഡ് മദാലി വേ ബാക്ക് ടു എർത്ത്. അപ്പോൾ ദുഷ്യന്തനും മദാലിയും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഹെവനിൽ പോയിട്ട് ദേവേന്ദ്രന് വേണ്ടിയിട്ടൊരു യുദ്ധമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും അവര് എർത്തിലേക്ക്, ദേവേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഹെവൻ, സ്വർഗത്തിലാണ് അല്ലേ, അപ്പോൾ സ്വർഗത്തിൽ നിന്നും എർത്തിലേക്കുള്ള ആ ഒരു യാത്രയിലാണ് ആര്, ദുഷ്യന്തനും മദാലിയും. ദുഷ്യന്ത സീസ് ദ ഒളി ഹെർമിറ്റേജ് ഓഫ് സേജ് മാരിക്ക. ആ ഒരു വഴിയിലാണ്, വേ ബാക്ക് ടു എർത്ത്, എർത്തിലേക്കുള്ള, ഭൂമിയിലേക്കുള്ള ആ ഒരു മടക്കയാത്രയിലാണ് ദുഷ്യന്തൻ എന്ത് കാണുന്നത്, മാരിക്ക എന്ന് പറയുന്ന സേജിന്റെ ഹെർമിറ്റേജ്, ആ ഒരു ആശ്രമം അദ്ദേഹം കാണുന്നത്. ഹി കംസ് അക്രോസ് എ യങ് ബോയ്. അവിടെ ആ ഒരു ഹെർമിറ്റേജിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ദുഷ്യന്തൻ ആ ഒരു മാരിക്കയുടെ ഹെർമിറ്റേജ് വിസിറ്റ് ചെയ്യുകയും അവിടെ ഒരു ചെറിയ ആൺകുട്ടിയെ കാണുകയും ചെയ്യാണ്. ദെൻ Shakuntala appears at first is unable to recognize Dushyanta. അപ്പോഴാണ് ഈ ഒരു മാരിക്കയുടെ ഹെർമിറ്റേജിലാണ് ആര് താമസിക്കുന്നത്, ഇപ്പോൾ ശകുന്തളയും അതുപോലെ തന്നെ ശകുന്തളയുടെ മകനും താമസിക്കുന്നത്. അപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഈ സംഭവങ്ങൾ നടക്കുന്നത്. 6 വർഷങ്ങൾക്ക്, അതായത് ശകുന്തളയെ ഇദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യാതെ, ദുഷ്യന്തൻ റെക്കഗ്നൈസ് ചെയ്യാതെ പാലസിൽ നിന്നും പുറത്തു പോവാൻ പറഞ്ഞു കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ആക്ട് 7 പറയുന്നത്. അപ്പൊ അവിടെ ശകുന്തള അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതായത് ആ ഹെർമിറ്റേജിൽ നിന്ന് ഈ ഒരു കുട്ടിയെ ദുഷ്യന്തൻ കാണുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്നിട്ടുണ്ടെന്ന് ശകുന്തള അറിയുകയും അവള് ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാണ്. അറ്റ് ഫസ്റ്റ് ഈസ് അനാബിൾ ടു റെക്കഗ്നൈസ് ദുഷ്യന്ത. ആദ്യം എന്താണ്, ശകുന്തളയ്ക്ക് ദുഷ്യന്തനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആദ്യം ആർക്കാണ് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കാത്തത്, ദുഷ്യന്തനാണ് സാധിക്കാത്തത്. പിന്നീട് എന്താണ്, ലാസ്റ്റ് ആക്ട് ആയപ്പോഴേക്കും ശകുന്തളയ്ക്ക് ദുഷ്യന്തനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ ദുഷ്യന്ത എക്സ്പ്ലെയിൻസ് ഹിസ് ലോസ് ഓഫ് മെമ്മറി.
മാരിക റിവീൽസ് ദ ട്രൂത്ത് അബൌട്ട് ദുർവാസ ഋഷീസ് കേഴ്സ്. അപ്പോൾ ദുഷ്യന്തൻ എന്താണ് അദ്ദേഹത്തിന്റെ മെമ്മറി ലോസിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല, പിന്നീട് ആ ഒരു റിങ് കണ്ടപ്പോഴാണ്, ആ ഒരു പെർട്ടിക്കുലർ റിങ് കണ്ടതോട് കൂടിയിട്ടാണ് എനിക്ക് ശകുന്തളയെയും അതുപോലെ തന്നെ കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജും ആ ഒരു സീക്രട്ട് മാരേജും ഒക്കെ ഓർമ്മ വന്നത് എന്ന് ദുഷ്യന്തൻ ശകുന്തളയോട് പറയുന്നുണ്ട്. ശകുന്തള ഹാപ്പിലി ആക്സെപ്റ്റഡ് ഇറ്റ്. ആ ഒരു വിശദീകരണങ്ങൾ ശകുന്തള എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോഴാണ് ആര് മാരിക എന്ത് പറയുന്നത്, ദുർവാസ മഹർഷിയുടെ ആ ഒരു കേഴ്സിനെ പറ്റി പറയുന്നത്. അത്രയും കാലം ശകുന്തളയ്ക്കും അതുപോലെ തന്നെ ദുഷ്യന്തനും എന്തറിയില്ല, ദുർവാസ മഹർഷിയുടെ ആ ഒരു കേഴ്സിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ശകുന്തളയുടെ കമ്പാനിയൻസ് ആയിട്ടുള്ള അനസൂയയും പ്രിയവതയും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു കേഴ്സിനെ പറ്റി ശകുന്തളയെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ശകുന്തളയ്ക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ പിന്നീട് മാരിക്കയാണ് എന്ത് പറയുന്നത്, ദുർവാസ മഹർഷിയുടെ ഒരു കേഴ്സ് ഉണ്ടായിരുന്നു, ആ ഈ ഒരു മോതിരം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ടോക്കൺ ഓഫ് ലവ് കാണുമ്പോൾ മാത്രമേ ആ ആൾക്ക് ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വരികയുള്ളൂ എന്നൊക്കെ ഒരു കേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നത്. ദെൻ എന്താണ്, ബോത്ത് ആർ റിലീവ്ഡ്. അത് കേട്ടതോട് കൂടിയിട്ടാണ് രണ്ടുപേർക്കും ഒരു റിലീഫ് ഒക്കെ വരുന്നത്. കാരണം ഒരാൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നില്ല എന്നുള്ളതാണ്, മറ്റാൾ ചിന്തിക്കുന്നത് എന്താണ്, എന്തുകൊണ്ട് അയാൾക്ക് എന്നെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു പസിലിന് എന്താണ് അവിടെ ഒരു റിലീഫ് വരുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് റിയൂണിയൻ, അതോട് കൂടിയിട്ട് എന്താണ് ദുഷ്യന്തൻ മകനെയും അതുപോലെ തന്നെ ശകുന്തളയും കൂട്ടി ഭൂമിയിലേക്ക് വരികയും ആ ഒരു കൊട്ടാരത്തിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പിന്നീട് ദുഷ്യന്തന്റെ മകനായിട്ടുള്ള ഭരതൻ, അതിലൂടെയാണ് പിന്നീട് മഹാഭാരതം സ്റ്റോറിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ടെക്സ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഫസ്റ്റ് ആക്ട് തൊട്ടിട്ട് 7th ആക്ട് വരെയുള്ള സ്റ്റോറിയാണ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അഭിജ്ഞാന ശാകുന്തള തീംസ് ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ മെയിൻ തീം എന്ന് പറയുന്നത് 3 തീംസ് ആണ് വരുന്നത്. തീം ഓഫ് ലവ്, തീം ഓഫ് കൺസീൽമെൻറ്റ്, ദെൻ ഹെർമിറ്റേജ് ആൻഡ് ദ കോർട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തീം ഓഫ് ലവ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ്, ദ രസ ഇൻവോക്ഡ് ഹിയർ ഈസ് ശൃംഗാര ഓർ ലവ്. ഇവിടെ ഏറ്റവും സുപ്രീമായി നിൽക്കുന്ന, അഭിജ്ഞാന ശാകുന്തളത്തിലെ ഏറ്റവും സുപ്രീമായി നിൽക്കുന്ന രസ എന്ന് പറയുന്നത് ഏതാണ്, ശൃംഗാര അല്ലെങ്കിൽ ലവ് ആണ്. നോക്കുക, കാളിദാസ ഫസ്റ്റ് ക്രിയേറ്റ്സ് എ ടെമ്പററി യൂണിയൻ ഫോളോഡ് ബൈ എ സെപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഈ തീം ഓഫ് ലവിൽ കാളിദാസ ഈ ഒരു പ്ലേയിൽ, ഈ ഒരു ഡ്രാമയിൽ ഒരു ടെമ്പററി യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള ഒരു ടെമ്പററി യൂണിയൻ കാളിദാസ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ സെപ്പറേഷൻ. പിന്നീട് അവിടെ വരുന്നത് എന്താണ്, സെപ്പറേഷനാണ്. അപ്പോൾ അവരുടെ ആ ഒരു യൂണിയൻ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലവ്. അവിടെ ആ ഒരു ടെമ്പററി യൂണിയൻ എന്താണ്, ആ ഒരു ലവിൽ ബേസ് ചെയ്തിട്ടാണ് ആ ടെമ്പററി യൂണിയൻ വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് സെപ്പറേഷനാണ്. സെപ്പറേഷൻ എന്താണ്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ കേഴ്സ് ബൈ ദുർവാസ. ദുർവാസ മഹർഷിയുടെ കേഴ്സ് കാരണമാണ് അവിടെ ഒരു സെപ്പറേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു കേഴ്സിലും എന്തുണ്ട്, ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു കേഴ്സ് ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദുഷ്യന്തൻ എന്താണ് ശകുന്തളയ്ക്ക് കൊടുത്തിട്ടുള്ള ടോക്കൺ ഓഫ് ലവ് അത് കാണുന്ന ആ ഒരു സമയം ദുഷ്യന്തൻ എന്താണ് ശകുന്തളയെ ഓർമ്മ വരും. അതോടുകൂടിയിട്ട് അവരുടെ സെപ്പറേഷൻ എന്തിലേക്ക് നയിക്കും, റിയൂണിയനിലേക്ക് നയിക്കുമെന്ന് ദുർവാസ മഹർഷി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെപ്പറേഷനിലും എന്തുണ്ട്, ആ ഒരു ലവ് എന്ന തീം വരുന്നുണ്ട്. ദെൻ ദ പ്ലേ എൻഡ്സ് വിത്ത് ദ റിയൂണിയൻ ഓഫ് ദുഷ്യന്ത, ശകുന്തള ആൻഡ് ദെയർ സൺ. പിന്നീട് ഈ ഒരു പ്ലേ അവസാനിക്കുന്നത് എങ്ങനെയാണ്, റിയൂണിയനാണ്. അവിടെ ദുഷ്യന്തനും ശകുന്തളയും മാത്രമല്ല റിയൂണിയനിൽ വരുന്നത്, പിന്നെ ആര് കൂടെ ഉണ്ട്, അവരുടെ സൺ, അവരുടെ മകനും കൂടെ എന്താണ് ആ ഒരു റിയൂണിയനിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്താണ് ആ ഒരു ഫാമിലി ലവ് ആയിട്ട് അവിടെ തീം വരുന്നുണ്ട്. ഇനി നോക്കാം, അറ്റ് ദ ഹെർമിറ്റേജ് ഈവൻ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വേർ ശകുന്തളാസ് കിൻ. പിന്നീട് ആ ഒരു ലവ് തീം എന്ന് പറയുന്നത് ആ ഒരു ഹെർമിറ്റേജിൽ, ശകുന്തള കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ശകുന്തള എന്താണ്, ഷീ കൺസിഡേർഡ് ദ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആസ് ഹെർ കിൻ. അതായത് ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും വരെ എന്താണ് ശകുന്തള അവളുടെ കിൻ ആയിട്ടാണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ലവ് ശകുന്തളയ്ക്ക് എന്തുണ്ട്, ആ ഒരു നാച്ചറിനോട് വരുന്നുണ്ട്. ദെൻ development of their love, Kalidasa highlights the difference between the hermitage and the world of royal court. പിന്നീട് ഈ ഒരു
തീം ഓഫ് ലവിലൂടെ ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള ആ ഒരു ലവ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ കാളിദാസ എന്ത് ചെയ്യുന്നുണ്ട്? പോർട്രേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെർമിറ്റേജ് ആൻഡ് ദ റോയൽ കോർട്ട്. ഹെർമിറ്റേജും അതുപോലെ തന്നെ റോയൽ കോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് കാളിദാസ ഏതിലൂടെ കാണിക്കുന്നുണ്ട്? ഈ ഒരു ലവ് സ്റ്റോറിയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെർമിറ്റേജ് ആൻഡ് റോയൽ കോർട്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. എങ്കിലും ഹെർമിറ്റേജിൽ എന്താണ്? ഇന്നസെൻസ് ആണ്, അതായത് നാച്ചറിൻ്റെ ഇന്നസെൻസ് ആണ് ഇതിൽ വരുന്നത്, ഹെർമിറ്റേജിൽ വരുന്നത്. പക്ഷേ റോയൽ കോർട്ട് ആകുമ്പോഴേക്കും അത് അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ വരുന്നുണ്ട്. ദെൻ ശകുന്തള born and bred in the innocent and pure nature put faith in words than objects. ഇവിടെ ശകുന്തള ജനിക്കുന്നതും അതുപോലെ തന്നെ ജീവിക്കുന്നതും ഒക്കെ എന്താണ്? ഇന്നസെന്റ് നാച്ചുറലാണ്. അത് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രകൃതിയിലാണ് ശകുന്തള ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശകുന്തള ദുഷ്യന്തൻ്റെ വാക്കുകളെയാണ് അവൾ വിശ്വസിക്കുന്നത്. അവിടെ ദുഷ്യന്തൻ എന്താണ്? അവളുമായിട്ട് ഗാന്ധർവ വിവാഹം ചെയ്യുകയും അതിൽ ഇവർക്ക് ജനിക്കുന്ന മകനെ എന്താണ്? ദുഷ്യന്തൻ്റെ ഹെയർ ആയിട്ട് അല്ലെങ്കിൽ ദുഷ്യന്തൻ്റെ പിന്നീട് അവകാശിയായിട്ട് വാഴിക്കാമെന്ന് ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിനെയാണ് ശകുന്തള അവിടെ വിശ്വസിക്കുന്നത്. ഷീ പുട്ട് ഫെയ്ത്ത് ഇൻ വേർഡ്സ് ദാൻ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിനേക്കാൾ, മെറ്റീരിയൽ ഒബ്ജക്ട്സിനേക്കാൾ ശകുന്തള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വേർഡ്സിനാണ്. ഓണസ്റ്റി ഇൻ വേർഡ്സിനാണ് ശകുന്തള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് പിന്നീട് ശകുന്തളയുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം. ദെൻ ഇൻടോക്സിക്കേറ്റിംഗ് നാച്ചർ ഓഫ് ലവ്. അതുപോലെ തന്നെ കാളിദാസ ഈ ഒരു സ്റ്റോറിയിലൂടെ ദ ഇൻടോക്സിക്കേറ്റിംഗ് നാച്ചർ ഓഫ് ലവ് കാണിക്കുന്നുണ്ട്. അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ശകുന്തള എന്താണ്? ഷി വാസ് ബ്ലൈൻഡ് ബിക്കോസ് ഓഫ് ലവ് ടുവാർഡ്സ് ദുഷ്യന്ത. ദുഷ്യന്തനോടുള്ള ആ ഒരു പ്രണയം കാരണം എന്താണ്? ശകുന്തള ബ്ലൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ഷി ഫോർഗറ്റ്സ് ഹെർ ഡ്യൂട്ടീസ്. അവളുടെ ഡ്യൂട്ടീസ് പോലും മറക്കുകയാണ്. അതുകൊണ്ടാണ് ദുർവാസ മഹർഷി കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജിൽ എത്തിയതും അവളെ കേഴ്സ് ചെയ്തതും ഒന്നും ശകുന്തള അറിയാതിരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് നാച്ചർ ഓഫ് ലവ്, അതായത് പ്രണയം അമിതമായിട്ടുണ്ടെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ആവും എന്നുള്ളൊരു വാണിംഗ് കൂടെ കാളിദാസ ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താണ്? ലീഡ് ടു നെഗ്ലക്റ്റ് വൺസ് ഡ്യൂട്ടി. ഒരാളുടെ ഡ്യൂട്ടി നെഗ്ലക്റ്റ് ചെയ്യുന്നതിലൂടെ എന്താണ്? ദ വിൽ ബി പണിഷ്മെൻറ്റ്. അവിടെ പണിഷ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ശകുന്തള അവളുടെ ഡ്യൂട്ടി നെഗ്ലക്റ്റ് ചെയ്യാണ്. ആ ഒരു പ്രണയം കാരണം, ഇൻടോക്സിക്കേറ്റിംഗ് ലവ് കാരണം എന്താണ്? ശകുന്തള അവളുടെ ഡ്യൂട്ടീസ് നെഗ്ലക്റ്റ് ചെയ്യുകയും പിന്നീട് ദുർവാസ മഹർഷിയുടെ കേഴ്സിൻ്റെ രൂപത്തിൽ അവൾക്ക് പണിഷ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ശകുന്തള ആൻഡ് ഐഡിയൽ വൈഫ് ആൻഡ് മദർ. എങ്കിലും ശകുന്തള ദുഷ്യന്തനാൽ റെഫ്യൂസ് ചെയ്യപ്പെട്ടാലും എന്താണ്? ശകുന്തള ദുഷ്യന്തനെ മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതായത് ഐഡിയൽ വൈഫാണ്, പതിവ്രത. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഐഡിയൽ പതിവ്രത സ്ത്രീ എന്ന് ശകുന്തളയെ പറയുന്നുണ്ട്. കാരണം അവൾ എന്താണ്? ദുഷ്യന്തൻ അവളെ ഉപേക്ഷിച്ചെങ്കിലും എന്താണ്? ദുഷ്യന്തൻ്റെ വൈഫായിട്ട് തന്നെ തുടരുകയാണ് ശകുന്തള ചെയ്യുന്നത്. ദുഷ്യന്തൻ്റെ മകന് ജന്മം നൽകുകയും അവനെ 6 വയസ്സ് വരെ ശകുന്തള വളർത്തുകയും ചെയ്യുന്നുണ്ട്. 6 വയസ്സിന് ശേഷമാണ് എന്തുണ്ടാവുന്നത്? അവിടെ ഈ റീയൂണിയൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തീം ഓഫ് ലവിൽ വരുന്നത്. ദെൻ തീം ഓഫ് കൺസീൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറച്ചു വയ്ക്കുക, രഹസ്യമാക്കി വയ്ക്കുക എന്നൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കൺസീൽമെൻറ്റിൽ വരുന്നത് നോക്കുക. ആക്ട് 1, ദുഷ്യന്ത ടേക്സ് ഓഫ് ഹിസ് റോയൽ ഗാർമെന്റ്സ് ആൻഡ് വെപ്പൺസ് ഓൺ എൻറ്ററിങ് ദ ഹെർമിറ്റേജ് ഓഫ് കണ്വ. ഇവിടെ ഫസ്റ്റ് ആക്റ്റിൽ തന്നെ ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ എന്താണ്? നമുക്ക് കൺസീൽമെൻറ്റ് കാണാൻ സാധിക്കും. കാരണം ദുഷ്യന്ത കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഹി റിമൂവ്സ് ഹീസ് റോയൽ ഗാർമെൻറ്റ്സ് ആൻഡ് വെപ്പൺസ്. അദ്ദേഹത്തിൻ്റെ റോയൽ ഗാർമെൻറ്റ്സും അതുപോലെ തന്നെ വെപ്പൺസൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദെൻ ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് അദ കോർട്ട് ഒഫീഷ്യൽ. ഇവിടെ മറ്റൊരു കൺസീൽമെൻറ്റ് നടക്കുന്നത്, ഇദ്ദേഹം ഹസ്തിനപുരിയിലെ രാജാവാണ് അല്ലേ, ഹസ്തിനപുരിയിലെ കിങ് ആണ് ദുഷ്യന്ത. പക്ഷെ അദ്ദേഹം ശകുന്തളയോടും അതുപോലെ തന്നെ അവളുടെ കമ്പാനിയൻസിനോടും പറയുന്നത് എന്താണ്? ഐ എം എ കോർട്ട് ഒഫീഷ്യൽ, ഞാനൊരു കോർട്ട് ഒഫീഷ്യൽ ആണ് എന്നാണ് അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിയൽ ഐഡൻറ്റിറ്റി കൺസീൽ ചെയ്തുകൊണ്ടാണ് ദുഷ്യന്തൻ ഇവരോട് സംസാരിക്കുന്നത്. അതിനൊരു കാരണം പറയുന്നത് എന്താണ്? റിലാക്സ്ഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദുഷ്യന്ത, ശകുന്തള ആൻഡ് ഹെർ കമ്പാനിയൻസ്. ഈ ശകുന്തളയുമായിട്ടും അവളുടെ കമ്പാനിയൻസുമായിട്ടും ഒരു റിലാക്സ്ഡ് ഇൻട്രാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇയാൾ ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നത്? റിയൽ ഐഡൻറ്റിറ്റി കൺസീൽ ചെയ്യുന്നത്. കാരണം കിങ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഈ ഒരു വിമൺ, ഈ ഒരു സ്ത്രീകൾ എന്താണ്? ഒരു
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ രാജാവിനോട് അത്രയും റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒഫീഷ്യലാണ്, കോർട്ട് ഒഫീഷ്യലാണെന്ന് അറിയുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ദുഷ്യന്തനുമായിട്ട് സാധ്യമാവുന്നുണ്ട്. ദെൻ വെൻ ഹി കെയിം അഗെയിൻ ഹി റിവീൽസ് ഹിസ് ഐഡൻറ്റിറ്റി. പിന്നീട് രണ്ടാമത്തെ തവണ വരുമ്പോഴാണ് ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി ശകുന്തളയോട് റിവീൽ ചെയ്യുന്നതും അവളുമായിട്ട് ഗാന്ധർവ വിവാഹത്തിൽ ഏർപ്പെടുന്നതും. ദെൻ ദുഷ്യന്ത കൺസീൽസ് ഹിസ് ട്രൂ ഫീലിങ്സ് ഫോർ ശകുന്തള ഈവൻ ഫ്രം ഹിസ് ക്ലോസ് ഫ്രണ്ട് മാധവ്യ. പിന്നീട് ദുഷ്യന്തൻ എന്ത് ചെയ്യാണ്, അയാളുടെ ട്രൂ ലവ്, അതായത് ശകുന്തളയോടുള്ള ട്രൂ ഫീലിങ്സ് മാധവിയിൽ നിന്ന് പോലും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, കൺസീൽ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം മാധവിയെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയക്കുകയും ദുഷ്യന്തൻ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു ഏസെറ്റിക്സിൻ്റെ കൂടെ ഡീമൻസിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ദുഷ്യന്തൻ പോകുന്നുണ്ട്. അപ്പോൾ ദുഷ്യന്തൻ ഏസെറ്റിക്സിനെ ഡീമൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി എന്താണ്, കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ആഗ്രഹത്താലാണ് പോകുന്നത്. അപ്പോൾ എങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള മാധവിയോട് പോലും ശകുന്തളയോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്ത് ചെയ്യാണ്, ദുഷ്യന്തൻ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ ശകുന്തളാസ് കമ്പാനിയൻസ് കൺസീൽ ദുർവാസ ഋഷീസ് കേഴ്സ് ഫ്രം ശകുന്തള. പിന്നെ ഒരു കൺസീൽമെൻറ്റ്, ലാസ്റ്റ് കൺസീൽമെൻറ്റ് എന്താണ്, ദുർവാസ മഹർഷിയുടെ ആ ഒരു കേഴ്സ് ശകുന്തളയിൽ നിന്നും അനസൂയയും പ്രിയംവദയും ശകുന്തളയുടെ കമ്പാനിയൻസ് ആണ്, അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. കാരണം എന്താണ്, അതുകൊണ്ടാണ് എന്ത് ഈ ഒരു സ്റ്റോറി, ഈ ഒരു കേഴ്സിന് എന്തുണ്ട്, ഈ ഒരു സ്റ്റോറിയിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേഴ്സ് കാരണമാണ് ഈ സ്റ്റോറി ഇത്രയും എന്താണ് നീണ്ടു പോകുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ദുർവാസ മഹർഷിയുടെ കേഴ്സ്, ആ ഒരു ശാപം ശകുന്തള അറിയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്വ മഹർഷിക്ക് അറിയുമായിരുന്നെങ്കിൽ എന്താണ് ഇത്രയും ആ ഒരു ട്രാജഡി, ഇത്രയും ഒരു ബുദ്ധിമുട്ട് ആർക്ക് ഉണ്ടായിരുന്നില്ല, ശകുന്തളയ്ക്ക് ഉണ്ടാവേണ്ടായിരുന്നില്ല. അപ്പോൾ അതും എന്താണ്, ഒരു വൺ ടൈപ്പ് ഓഫ് കൺസീൽമെൻ്റ് ആണ്. ഈ ഒരു അനസൂയയും പ്രിയവതയും ശകുന്തളയോട് ദുർവാസ മഹർഷിയുടെ കേഴ്സ് ഹൈഡ് ചെയ്ത് വെക്കുന്നതും എന്താണ്, ഇറ്റ്സ് എ പോർഷൻ ഓഫ് തീം ഓഫ് കൺസീൽമെൻറ്റ്. ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് തീം ഓഫ് ഹെർമിറ്റേജ് ആൻഡ് റോയൽ കോർട്ട്. അപ്പോൾ നോക്കാം, ഹെർമിറ്റേജ് ആൻഡ് ദ റോയൽ കോർട്ട്, ഓപ്പോസിറ്റ് സ്പേസസ് ഇൻ ദ പ്ലേ. ഇവിടെ ഹെർമിറ്റേജും അതുപോലെ തന്നെ റോയൽ കോർട്ടും എന്താണ്, ദേ ആർ ടോട്ടലി ഓപ്പോസിറ്റ്, ടോട്ടൽ ഓപ്പോസിഷൻ ആണ് ഈ ഒരു ഹെർമിറ്റേജിലും അതുപോലെ തന്നെ ഈ ഒരു റോയൽ കോർട്ടിലും വരുന്നത്. പീപ്പിൾ ഇൻ ദ ഹെർമിറ്റേജ് ലിവ് എ സിമ്പിൾ ലൈഫ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണ് പറയുന്നത്, ഈ ഒരു ഹെർമിറ്റേജും അതുപോലെ തന്നെ റോയൽ കോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പീപ്പിൾ ഇൻ ദ ഹെർമിറ്റേജ് ലീവ് എ സിമ്പിൾ ലൈഫ്. നമുക്കറിയാം ഹെർമിറ്റേജിലെ ആളുകൾ എന്താണ്, സിമ്പിൾ ലൈഫാണ് ഫോളോ ചെയ്യുന്നത്. ദേ ആർ ക്ലോസർ ടു ദെയർ നാച്ചുറൽ സറൗണ്ടിങ്സ്. അവരുടെ ആ ഒരു ചുറ്റുപാട്, ആ ഒരു പ്രകൃതിയുമായിട്ട് അത്രയും മാത്രം എന്തായിരിക്കും, ക്ലോസർ ആയിരിക്കും. ആൻഡ് ലിവ് അവേ ഫ്രം ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഈ ഒരു ഹെർമിറ്റേജിലുള്ള ആളുകൾ സൊസൈറ്റിയിൽ നിന്നും എന്താണ്, സൊസൈറ്റിയിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിലെ മറ്റ് പ്രോബ്ലംസിൽ നിന്നും ഒക്കെ മാറി നിന്ന് ജീവിക്കുന്ന ആളുകളായിരിക്കും. അതായത് അവർ സിമ്പിൾ ലൈഫാണ് ഫോളോ ചെയ്യുന്നത്. അവരെന്താണ്, നാച്ചുറൽ സറൗണ്ടിങ്സുമായി അത്രമാത്രം ബോണ്ട് അവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ സൊസൈറ്റി അതിൻ്റെ പ്രോബ്ലംസിൽ നിന്നുമൊക്കെ അവരെന്താണ്, മാറിയാണ് താമസിക്കുന്നത്. ദെൻ ഈവൻ ദ കിങ് മസ്റ്റ് നോട്ട് ഹണ്ട് ആനിമൽസ് സേഫ് പ്ലേസ്. അതായത് ഈ ഒരു ഹെർമിറ്റേജ് എന്ന് പറയുന്നത് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാരണം ആ ഒരു ഹെർമിറ്റേജിൽ നിന്നും ഈവൻ ദ കിങ് കനോട്ട് ഹണ്ട്, ഒരു രാജാവിന് പോലും എന്താണ്, ആ ഒരു ഹെർമിറ്റേജിലെ ജീവികളെ ഹണ്ട് ചെയ്യാൻ പാടില്ല, ഹണ്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഹെർമിറ്റേജിലുള്ള പ്ലാന്റ്സിനും അതുപോലെ തന്നെ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ എന്താണ്, ഇറ്റ് ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് ഓൺ ദ എർത്ത്. അതായത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഈ ആനിമൽസും ബേർഡ്സും ഒക്കെ കണക്കാക്കുന്നത് ഈ ഒരു ഹെർമിറ്റേജിനെയാണ്. ദെൻ ശകുന്തള, കണ്വ, പ്രിയംവദ, അനസൂയ, ഗൗതമി ബിലോങ് ടു ദിസ് വേൾഡ്. ഈ ഇത്രയും ക്യാരക്ടേഴ്സ്, ശകുന്തള, കണ്വ മഹർഷി, പ്രിയംവദ, അനസൂയ, ഗൗതമി, ഇവരൊക്കെ എന്താണ്, ഈ ഒരു വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണ്. ദെൻ ഇനി കോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൊസൈറ്റി വിത്ത് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷൻസും ഉള്ള ഒരു സൊസൈറ്റിയാണ് എന്ത്, റോയൽ കോർട്ട് എന്ന് പറയുന്നത്. ദെൻ കറപ്ഷൻ ആൻഡ് അബ്യൂസ് ഓഫ് പവർ ഈസ് പാർട്ട് ഓഫ് ദിസ് വേൾഡ്. ഇവിടെ നമുക്ക് കറപ്ഷൻ കാണാം, അതുപോലെ തന്നെ പവറിൻ്റെ, അധികാരത്തിൻ്റെ ദുരുപയോഗമൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും, ഈ ഒരു കോർട്ടിൽ കാണാൻ സാധിക്കും.
ദുഷ്യന്ത, മാധവ്യ, മദർ ക്യൂൻ ബിലോങ് ടു ദിസ് വേൾഡ്. ഇതിൽ നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ദുഷ്യന്ത, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള മാധവ്യ, ദുഷ്യന്തൻ്റെ മാതാവായിട്ടുള്ള മദർ ക്യൂൻ, ഇവരൊക്കെ എന്താണ് ഈ ഒരു കോർട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. ദെൻ വെൽത്ത് മേക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വേൾഡ്. ഇവിടെ ഈ രണ്ട് വേൾഡും തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ അവിടുത്തെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്താണ് വെൽത്ത് ആണ്. വെൽത്ത് എന്ന് പറയുമ്പോൾ ഈ ഹെർമിറ്റേജിലുള്ള ആളുകൾ അത്രയും സിമ്പിൾ ലൈഫാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ശകുന്തളയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഷിവോ ഡ്രസ് മെയ്ഡ് ഓഫ് ബാക്സ്, അതായത് മരത്തിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സാണ് അവിടെ ശകുന്തളയും അവളുടെ കമ്പാനിയൻസും ഒക്കെ വെയർ ചെയ്യുന്നത്. പിന്നെ അവർ അഡോൺ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ആ ഒരു ഡ്രസ്സിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ഫ്ലവേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത്രയും സിമ്പിൾ ലൈഫാണ്, അവർക്ക് അത്ര വെൽത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ ദുഷ്യന്തനെ കുറിച്ച് പറയുമ്പോഴെന്താണ്, റോയൽ ഗാർമെൻറ്റ്സ് ആൻഡ് വെപ്പൺസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു വെൽത്തിൻ്റെ ഡിഫറൻസ് എവിടെ വരുന്നുണ്ട്, ഈ ഒരു രണ്ട് വേൾഡിലും തമ്മിൽ വരുന്നുണ്ട്. Then king forced to choose between the two worlds. Shakuntala too have to lose the hermitage if she is to be accepted by Dushyanta. ഇവിടെ ഈ ഒരു രാജാവ് അദ്ദേഹം ശകുന്തളയുമായിട്ട് വിവാഹം ചെയ്യാൻ, അല്ലെങ്കിൽ ശകുന്തളയെ എന്താണ് കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇദ്ദേഹത്തിന് ഈ ഒരു റോയൽ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു കോർട്ട് ലൈഫ് റിജക്റ്റ് ചെയ്തിട്ട് വേണം ശകുന്തളയെ കാണാൻ പോകാൻ. അതുപോലെ തന്നെ ശകുന്തളയ്ക്ക് ഈ ഒരു രാജാവിൻ്റെ രാജ്ഞിയാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവളുടെ ഹെർമിറ്റേജിലുള്ള ലൈഫ് അബാൻഡൻ ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരാൻ. അപ്പം രണ്ട് ലൈഫ് കൂടെ എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് ആർക്കാണെങ്കിലും ഹെർമിറ്റേജിലെ ലൈഫും അതുപോലെ തന്നെ റോയൽ കോർട്ടിലുള്ള ലൈഫും എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം അതാണ് ഇതിൽ എന്ത് പറയുന്നത്, ദ ഡിഫറൻസ് ഇൻ ദ ഹെർമിറ്റേജ് ആൻഡ് ദ കോർട്ട് എന്ന് പറയുന്ന ആ ഒരു തീമിൽ പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു തേർഡ് യൂണിറ്റിൽ പറയുന്നത്. അപ്പോൾ ഇനി ഒരു യൂണിറ്റ് കൂടെ ഉള്ളൂ നമുക്ക്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.